എടാ ചക്കരെ, റിമോട്ടിന്റെ പോക്കറ്റിലാ ഉള്ളത്. നീ എന്തെങ്കിലും കാണിച്ച ഒറ്റ അമർത്തിൽ നിന്റെ പണി തീരും. സാറേ നമസ്കാരമുണ്ട്. അയ്യോ ചേട്ടാ, നമ്മുടെ മോൻ ഉടനെ എന്തെങ്കിലും എനിക്ക് വല്ലാതെ പേടിയാവുക. നീ അകത്ത് പോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. സാറേ അത് പിന്നെ ഒരു മൈക്ക് വേണം. ഡോ കർഷക, ചോദിക്കുമ്പോ വലിയ എമൗണ്ട് ആയിട്ട് ചോദിക്കണം, മനസ്സിലായല്ലോ? മൈക്ക് മാത്രം വെച്ചിട്ട് വാ, വേഗം പോ. സാർ, ആ നടുക്ക് നിൽക്കുന്ന പയ്യൻ അവൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. നല്ല മുഖപരിചയം ഉള്ളതുപോലെ തോന്നുന്നു. അകത്ത് 18 പേരുടെ ജീവൻ കുടുങ്ങിയിരിക്കുക, എന്നിട്ട് നിങ്ങൾ പോലീസിനെ അയക്കുന്നു. ഞങ്ങൾ ചോദിച്ച കാശ് ഇതുവരെ വന്നെത്തിയില്ല. കാരണം അകത്തുള്ളത് സാധാരണക്കാരുടെ ജീവൻ. സാധാരണക്കാരുടെ ജീവന് പുല്ലുവില അല്ലെ? രാമേശ്വരത്ത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്നു, അത് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്നാൽ താജ് ഹോട്ടലിൽ 2 പേര് മരിച്ചപ്പോ അത് ലോകം മുഴുവൻ വലിയ ന്യൂസ് ആക്കി മാറ്റി. കാരണം നിങ്ങൾക്ക് ജീവൻ പോകുന്നത് വലിയ പ്രശ്നമേ അല്ല. പക്ഷേ അത് വലിയ പുള്ളിയുടെ ജീവനാണെങ്കിൽ പ്രശ്നം തന്നെയാ. എന്താ ശരിയല്ലേ? ഇപ്പൊ ഞങ്ങളെടുത്ത് ഒരു വലിയ പുള്ളിയുടെ ജീവൻ കുടുങ്ങിയിരിക്കുക. ചക്കരെ, നീ ഒന്ന് മുന്നിലേക്ക് വാ. ഇവനെ സെൻട്രൽ മിനിസ്റ്റർ രാമയ്യ സാറിന്റെ മോനാ. ഇതെന്തായാലും നല്ല അടിപൊളി ട്വിസ്റ്റ്. എടാ, നിന്റെ അച്ഛനെ ഇപ്പൊ TV കാണുന്നുണ്ടാവും. നീ ഒരു ഹായ് പറഞ്ഞേ. ഇതെന്റെ ഒരു കൂട്ടുകാരനാ. ഇയാൾക്ക് എന്തോ ഒരു അപേക്ഷയുണ്ട്. നീ എന്തിനാ വെറുതെ സീൻ ഉണ്ടാക്കുന്നത്? നിങ്ങളെല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് മരിക്കല്ലാതെ വേറെ വഴിയില്ല. നീ എന്തായി കാണിക്കുന്നേ? മരിക്കാൻ പോവാണ് സാർ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പറയേ സാർ, ഞങ്ങൾ ചോദിച്ച 20 കോടി ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ട. നീ വന്നേ. എടോ, നീ എന്തായി പറയുന്നത്? അതിന് പകരം ഞങ്ങളുടെ കാർഷിക കട മൊത്തം എഴുതി തള്ളണം. കർഷകനെ രക്ഷിക്കണം. കർഷകൻ നശിച്ച ഈ ലോകം തന്നെ നശിക്കും. നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ വന്ന് സറണ്ടർ ആയിക്കൊള്ളാം. കർഷകരുടെ കട മുഴുവൻ എഴുതി തള്ളണം. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാർഷിക കട മൊത്തം എഴുതി തള്ളണം. മാത്രം പറയല്ല, കർഷകരുടെ കട നീ എന്ത് മണ്ടത്തിലൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ആവശ്യം തന്റെ പോലീസുകാരൊക്കെ എന്തോ ചെയ്തോണ്ടിരിക്കുക. പട്ടാപ്പകർ ബാങ്കുകാർ കൊള്ളയടിക്കുന്നു, എന്റെ മോനെ പിടിച്ചു വെച്ചിരിക്കുക. അവന്റെ ശരീരത്തിലൊരു ചെറിയ പോറൽ വീണാ പോലും. ഓക്കെ സാർ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നീ അവിടെ എന്തൊക്കെ പറഞ്ഞത്? എനിക്ക് അപ്പോഴേ ഇവനെ കുറിച്ച് അറിയായിരുന്നു. ഇവനെ വിശ്വസിക്കരുത് ഞാൻ പറഞ്ഞല്ലേ. നീ അല്ലേ ആ ഇവനെ കൊണ്ടുപോയത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇവ ഒരു 5-10 കോടി കൂടുതൽ ചോദിക്കുന്നു വിചാരിച്ചതാ. മൊത്തത്തിൽ കുളമാക്കി. രക്ഷിക്കണം. നിങ്ങളെല്ലാം കൂടി വിചാരിച്ചാൽ പുറത്തേക്ക് പോയിട്ടെ നമുക്ക് പണം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വരാം. കർഷകരെ രക്ഷിക്കണം. കർഷകരെ രക്ഷിക്കണം. എന്താണോ നടക്കുന്നത്? അങ്ങോട്ട് പോയി നോക്കാം. അവരോട് അടങ്ങിയിരിക്കാൻ പറയും. ചേട്ടാ, ഈ കട അന്നേ എഴുതി തള്ളിയിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇപ്പൊ ജീവനോട് ഉണ്ടായിരുന്നേനെ. ഞങ്ങളെല്ലാവരും വാങ്ങിച്ചു കൂട്ടിയ കാർഷിക കട എഴുതി തള്ളിയ ഞങ്ങൾക്കതൊരു വലിയ സഹായമാവും. ഇങ്ങോട്ട് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടെ ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചോദിച്ച പൈസ മുഴുവൻ വന്നോണ്ടിരിക്കുക. അത് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോവാൻ നോക്കാം. നിങ്ങൾക്ക് ഞാൻ 2 മണിക്കൂർ സമയം തരാം.
കർഷകരുടെ കടം റദ്ദാക്കിയില്ലെങ്കിൽ അകത്തുള്ള ബോംബ് പൊട്ടും. എല്ലാത്തിനും ഇവനാ കാരണം. എടോ അങ്ങനെ റദ്ദാക്കാനൊന്നും പറ്റില്ല. റദ്ദാക്കാൻ പറ്റില്ലെന്നോ? 36 ലക്ഷം കോടി കോർപ്പറേറ്റിന്റെ കടം എഴുതി തള്ളാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിലുള്ള മൊത്തം കർഷകരുടെ കടം വെറും 12 ലക്ഷം കോടിയാ. അത് റദ്ദ് ചെയ്യാൻ പറ്റില്ല അല്ലേ? സൈന്യത്തിന് വേണ്ടി ഓരോ വർഷവും നമ്മൾ 10 ലക്ഷം കോടി ചെലവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കർഷകർക്കും ചെയ്യേ. രണ്ടും ജീവൻ രക്ഷിക്കുന്ന സംഭവമാണല്ലോ. കർഷകർ നന്നായിട്ട് ജീവിച്ചാൽ മാത്രമേ നാട് നന്നാവൂ. അത് ഏത് നാടായാലും ശരി. സാറെന്നാ നോക്കുന്നേ, ചെയ്തേ മതിയാകും. സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ പറയാമോ? I give 2 hours time. All കാർഷിക കടൻ റദ്ദ് or else bomb blast. സർ can you tell it in Hindi? മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന വെച്ചല്ലേ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഇനി ഞാൻ ഇത് ഹിന്ദിയിൽ കൂടെ പറയണോ? മലയാളിക്ക് ഏത് ഭാഷയിൽ പറഞ്ഞാലും അത് മനസ്സിലാകും. മനസ്സിലായ? സോറി സർ. റദ്ദാക്ക് 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 റദ്ദാക്ക്. എന്റെ ഹീറോ സ്വപ്നം തീർന്നടാ. ഇവനത്തെ വട്ടാണോ? എല്ലാം നശിപ്പിച്ചു. സൂപ്പർ ആണോ? അടിപൊളി. കണ്ടോ സാറേ ജനങ്ങളുടെ സന്തോഷം പറ്റേ. എന്റെ കൈ കിട്ടുമ്പോ ഞാൻ കാണിച്ചു തരാടാ. ഇത്രയും സമയം 20 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നവർ പെട്ടെന്ന് കർഷകരുടെ കടബാധ്യത എഴുതി തള്ളുകയാണെങ്കിൽ എല്ലാവരെയും വിട്ടയക്കാമെന്നാണ് പറയുന്നത്. 20 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ബാങ്ക് കൊള്ളക്കാർ പെട്ടെന്ന് മാറി കാർഷിക കടങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സംഭവം കേരളം മുഴുവൻ ഒരു ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. ഈ യുവാക്കൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ? അതിനോട് യോജിക്കുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലണം. അത് മാത്രമാണ് ശരി. ഇവന്റെ കൂടെ ചേർന്ന് നീ ഇങ്ങനെ ആയി പോയല്ലോ. ഇനി നമുക്ക് ഒറ്റ പൈസ കിട്ടാൻ പോകുന്നില്ല. കാർഷിക കടമൊന്നും ഇവർ എഴുതി തള്ളാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ പോയാലോ നിന്നെ വെടിവെച്ച് കൊന്നിട്ട് നീ ഭീകരനാണെന്ന് പറയുന്നത്. ഭീകരനാണെന്ന് അങ്ങനെ പറയൂടാ. അങ്ങനെ പറയും. ആ എന്നാ നിന്റെ ഐഡിയ എന്താണെന്ന് എനിക്കറിയാം. ഏയ് നേതാവാനുള്ള കളിയാണല്ലേ? ആ പുറത്തു പോയി ഭരണം ശരിയല്ലെന്ന് നീ പറയും. ശരിയല്ലേ? ഡോ ഒന്ന് ചുമ്മാതിരിക്കടോ. തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു സമയം വരും. അതാണ് ഈ സമയം. അതല്ലാതെ ഭരണം ശരിയില്ല അതൊന്നും പറഞ്ഞോണ്ട് നിക്ക. നീ സൂക്ഷിച്ചോ, ചിലപ്പോ തന്നെ മുടി കത്തിച്ചു കളയും. മുടി കത്തിക്കുന്ന ശേഖര മിനിസ്റ്ററുടെ മോനെയാ പൊക്കിയിരിക്കുന്നത്. ഇനി എല്ലാം നന്നായി നടക്കും. മച്ചു പയ്യന്മാരെ തകർത്തടാ. നോക്കി ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല, നമുക്ക് വേണ്ടിയുള്ളതാ. യൂത്ത് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇവിടെ വണ്ടികളെല്ലാം ബാങ്കിലേക്ക് വിട്. എന്തായാലും നമുക്കൊരു കൈ നോക്കടാ. നീ വേഗം പയ്യന്മാരെ വിളിക്കും. യവന്മാർ എന്തൊക്കെയായി പറഞ്ഞോണ്ടിരിക്കുന്നേ? കാർഷിക കടങ്ങളൊക്കെ എങ്ങനെ റദ്ദ് ചെയ്യാൻ കഴിയുക? യവന്മാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, സർക്കാർ കേൾക്കാൻ പോകുന്നില്ല. സർ, ജനങ്ങളൊന്നും ഇപ്പൊ പഴയതുപോലെ അല്ല. എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാം. അതുകൊണ്ട് ഇതാണോ മാർഗം? മിനിസ്റ്ററിന്റെ മകനെ പിടിച്ചു വെച്ചിരിക്കുക അവിടെ. താൻ എന്തൊക്കെയായി സംസാരിക്കുന്നേ? സർ, അവരെത്രമാത്രം പോരാടി നോക്കിയതാ. എന്നാൽ നിങ്ങൾ കേൾക്കുന്നില്ല. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചാ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഈഡിയറ്റ്സ്. അല്ല, നീ എന്താ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? നീ അവരുടെ ആളാ? സർ, അത് ചെറിയ സജഷൻ. സജഷൻ